ഹലോ. അപ്പോൾ കാട്ടിലെ കുറച്ച് വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇത് പണ്ട് ഫുട്ബോൾ കളിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഗ്രൗണ്ടാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ കളിക്കാറില്ല, കാരണം ഇവിടെയൊക്കെ ഇപ്പോൾ വീടുകളാണ്. അങ്ങനെ നടന്നു പോകുമ്പോഴട്ടോ ഇത് കണ്ടത്. ഇതിൻ്റെ പേര് എനിക്കിപ്പോൾ ഓർമ്മയില്ല, പണ്ട് ഇതൊക്കെ ഒരുപാട് കഴിച്ചിട്ടുള്ളതാണ്. പുളിയും മധുരവും കൂടിയ ടേസ്റ്റ് ആട്ടോ ഇതിന്. തനുവിന് ഇതൊക്കെ പുതിയ അറിവാട്ടോ. കാടും മൊന്തയൊക്കെ കഴിക്കുന്നതായിട്ട് അവൾ ഞാനെന്താ ആടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അവൾക്കറിയില്ലല്ലോ പണ്ടത്തെ എൻ്റെ കുട്ടിക്കാലം. ഇതൊരു കാട്ടുപൂവാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് മരുത്. ഇതിൻ്റെ ഇല താളിയായിട്ടൊക്കെ ഉപയോഗിക്കും. അവസാനം ഞങ്ങൾ പുഴയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി പുഴയിൽ കുറച്ച് കാഴ്ചകൾ കാണാം. അപ്പയുടെ ഇല വെച്ച് ഇതുപോലെ പൊട്ടിച്ച് കളിച്ചിട്ടുണ്ടോ? ഇതൊക്കെ തനുമോക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ഞാൻ വീണ്ടും എൻ്റെ കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോകാൻ കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് കാട്ടിലെ വഴുതന. ഏകദേശം വഴുതനയുടെ ഇല പോലെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. പക്ഷെ അത് നടക്കൂല എന്ന് മനസ്സിലായി. അപ്പോൾ കുറച്ച് കല്ലൊക്കെ പെറുക്കി എടുത്തിട്ടുണ്ട്. കുറേ കാലത്തിന് ശേഷം പുഴയുടെ അക്കരക്കാട്ടിലേക്ക് ഒന്ന് കയറി നോക്കുകയാണ്. ആനയെ പേടിച്ച് ആരും അങ്ങനെ പോവാറൊന്നുമില്ല. സത്യത്തിൽ ഉള്ളിൽ നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. എന്നാലും പെട്ടെന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചൊന്ന് കയറി നോക്കിയതാ. എന്ത് ഭംഗിയല്ലേ കാണാൻ. മുളങ്കാടുകളും വർഷങ്ങൾ പഴക്കമുള്ള വലിയ മരങ്ങളും എല്ലാം കൊണ്ട് മനോഹരമാണ്. പണ്ട് തിരുവാതിരയ്ക്ക് ഊഞ്ഞാൽ കെട്ടാൻ വേണ്ടി ഇതുപോലത്തെ വള്ളികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ വെറും ഓർമ്മകൾ. പണ്ട് വിറകിന് കാട്ടിലേക്ക് പോകുമ്പോൾ കയറിന് പകരം ഇതിൻ്റെ തോല് ഉപയോഗിച്ചിട്ടാണ് കെട്ടിയിരുന്നത്. ഇതിൻ്റെ പേര് കയ്യൂണാന്നാണ്. അപ്പോൾ തിരിച്ചിറങ്ങിയപ്പോഴാട്ടോ ഇത് കണ്ടത്. ഇത് കുട്ടിക്കാലത്ത് കളിക്കാൻ ഉപയോഗിച്ചിരുന്ന ചെടിയാണ് കേട്ടോ. നിറയെ മുള്ളുകളാട്ടോ ഇതിലുള്ളത്. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് കേട്ടോ ആണ്ടാമുള. അപ്പോൾ കണ്ടാലും തീരാത്ത അത്ര വിശേഷങ്ങൾ ഈ കാട്ടിനുള്ളിലുണ്ട്. എന്നാലും വിശേഷങ്ങൾ തേടി പോയാൽ ചിലപ്പോൾ ആനയുടെ പിടിയിലായാലോ എന്ന പേടി കാരണം തിരിച്ചിറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് അപ്പയുടെ ഇല കൂടെ പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് അടയൊക്കെ ചൂടാനൊക്കെ ഉപയോഗിക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇതിൽ അടയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. പിന്നെ ഇതാ ഞങ്ങൾ കപ്പയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ച്. നല്ല രസമല്ലേ പുഴയിലിരുന്ന് ഇതുപോലെ കഴിക്കാൻ വേണ്ടിയിട്ട്. കപ്പയും ചമ്മന്തി ആട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കഴിച്ചു. തനുമോൾ ആദ്യമായിട്ടാണ് കേട്ടോ കപ്പയൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ഈ കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം വെള്ളത്തിൽ നിന്ന് ഇറങ്ങി കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. കുറച്ച് നേരം അവളുടെ കൂടെയൊക്കെ ഒന്ന് കളിച്ചു കേട്ടോ. അവൾക്കിത് തിരിച്ചു പോരാൻ തീരെ മനസ്സുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇടയ്ക്കല്ലേ വരലുള്ളൂ എന്ന് വെച്ചിട്ട് കുറച്ച് നേരം അവളുടെ ഇഷ്ടത്തിന് നിന്ന് കൊടുത്തതാണ്. ഇതുപോലുള്ള കാഴ്ചകളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.